ഇന്നത്തെ സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അനാട്ടമി ഓഫ് ഓർബിറ്റ് ആണ്. അനാട്ടമി ഓഫ് ഓർബിറ്റ്. The bony orbits are quadrangular truncated pyramids situated between the anterior cranial fossa above and the maxillary sinus below. എന്താണ് ദ ബോണി ഓർബിറ്റ്സ്? ബോണി, നമ്മുടെ ഐയുടെ ബോണി ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ആർ കോട്രയാങ്കുലാർ ട്രങ്കേറ്റഡ് പിരമിഡ്സ്. കോട്രയാങ്കുലാർ ട്രങ്കേറ്റഡ് പിരമിഡ് എന്ന് പറയുന്ന ഒരു ഷേപ്പാണ്. അത് നമ്മൾ മേസിൽ പറയുന്ന ഒരു ഷേപ്പാണ്. അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ബോണി ഓർബിറ്റ് എന്ന് പറയുന്നത്. മുകളിൽ സ്ക്വയർ ഷേപ്പാണ്, താഴെയും ഒരു ക്വാഡ്രിലാറ്ററൽ ഷേപ്പിൽ വരുന്നതാണ്. എല്ലാ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ഷേപ്പിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ബോണി ഓർബിറ്റ്സ് വരുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ആൻറ്റീരിയർ ക്രാനിയൽ ഫോസ ആൻഡ് മാക്സിലറി സൈനസ് ബിലോ. എബോവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻറ്റീരിയർ ക്രാനിയൽ ഫോസ. ഇപ്പോഴത്തെ പിക്ചറിൽ ഈ പച്ച ഭാഗത്തിൽ കാണപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രാനിയൽ ഫോസ എന്ന് പറയുന്നത്. എബോവ് ആൻറ്റീരിയർ ക്രാനിയൽ ഫോസ ആൻഡ് ബിലോ എന്തായിരിക്കും? മാക്സിലറി സൈനസ് എന്ന് പറയുന്ന ഭാഗമായിരിക്കും. മാക്സിലറി സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കണ്ണിന് താഴെയായിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കാണാം ഒരു ബോണ് കാണുന്നത്. ആ ഒരു സ്പേസിനെയാണ് മാക്സിലറി സൈനസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഭാഗത്തുമായിട്ടാണ് എന്താ പറയുന്നത്? ബോണി ഓർബിറ്റ്സ് കാണപ്പെടുന്നത്. ദ ബോണി ഓർബിറ്റ്സ് ആർ quadrangular truncated pyramids situated between the anterior cranial fossa and the maxillary sinus below. ഇനി നമ്മൾ നോക്കുന്നത് ഈച്ച് ഓർബിറ്റ് ഈസ് 40 millimeter ഇൻ ഹൈറ്റ്. നമ്മുടെ ഓർബിറ്റ് എന്ന് പറയുന്നത് 40 millimeter ഹൈറ്റ്, വിഡ്ത്ത്, ഡെപ്ത്ത് ആൻഡ് ഈസ് ഫോംഡ് ബൈ പോർഷൻസ് ഓഫ് 7 ബോൺസ്. എന്താണ് അതിൻ്റെ നമ്മുടെ ഓർബിറ്റിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഡെപ്ത്തും എന്ന് പറയുന്നത് 40 millimeter ആയിരിക്കും. ഇത് 7 ബോൺസാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബോണ്ടഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 7 ബോൺസ്? ഫ്രോണ്ടൽ, മാക്സില്ല, സൈഗോമാറ്റിക്, സ്പീനോയിഡ്, പാലൻറ്റൈൻ, എത്മോയിഡ്, ലാക്രിമൽ. ഏതൊക്കെയാണ് 7 ബോൺസ് എന്ന് പറയുന്നത്? ഫ്രോണ്ടൽ, മാക്സില്ല, സൈഗോമാറ്റിക്, സ്പീനോയിഡ്, പാലൻറ്റൈൻ, എത്മോയിഡ് ആൻഡ് ലാക്രിമൽ. ഈ ബോൺസിൻ്റെ ഭാഗങ്ങളിലായിട്ടായിരിക്കും എന്തെന്ന് പറയുന്നത്? ബോണി ഓർബിറ്റ് വരുന്നത്. നമ്മൾ ഇവിടുത്തെ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഓരോന്നിൻ്റെയും എന്തായിരിക്കും? ഒരു ഐയുടെ ഓർബിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ കളർ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആ ബോൺസിൻ്റെ ഭാഗമാണ്. മുകൾ ഭാഗത്ത് കണ്ടല്ലോ ഫ്രോണ്ടൽ ബോൺ. ഫ്രോണ്ടൽ ബോണിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഐയുടെ ഓർബിറ്റിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്നത് എന്താണ്? സ്പീനോയിഡ് ബോണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് വരുന്നത് എത്മോയിഡ് ബോണ്ട്. സെൻറ്ററിലായിട്ടൊരു ചെറിയൊരു സ്പേസ് വരുന്ന പാലൻറ്റൈൻ. അത് കഴിഞ്ഞ് സൈഡിലൊരു ബ്ലൂ കളറിലെ ലാക്രിമൽ. മാക്സില്ല താഴെയായിട്ടൊരു വരുന്നു. ഇപ്പോഴത്തെ ഭാഗത്ത് സൈഗോമാറ്റിക്. ഇങ്ങനെ 7 ബോണിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളോട് ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഐ ഓർബിറ്റ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ 7 ബോൺസിൻ്റെ ഭാഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് 7 ബോൺസ്? ഫ്രോണ്ടൽ, മാക്സില്ല, സൈഗോമാറ്റിക്, സ്പീനോയിഡ്, പാലൻറ്റൈൻ, എത്മോയിഡ് ആൻഡ് ലാക്രിമൽ. ഇനി ഇറ്റ് ഹാസ് 4 വാൾസ്. ഇതിന് പ്രധാനമായിട്ടും 4 വാൾസ് ആണുള്ളത്. ഏതൊക്കെയാണ്? മീഡിയൽ, ലാറ്ററൽ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. മീഡിയൽ, ലാറ്ററൽ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ആൻഡ് ബേസ് ആൻഡ് ആൻ അപ്പെക്സ്. ഒരു ബേസും ഒരു അപ്പെക്സും കാണും. മീഡിയൽ വാൾസ് എന്താണ് പറയുന്നത്? മീഡിയൽ വാൾസ് ഓഫ് ദ 2 ഓർബിറ്റ്സ് ആർ parallel to each other and being thinnest are frequently fractured during injuries as well as during orbitotomy operations. Medial walls എന്ന് പറയുന്നത്, medial walls of the 2 orbits are parallel to each other. എന്തായിരിക്കും? പാരലൽ ആയിരിക്കും പരസ്പരം. മീഡിയൽ വാൾസ് ഓഫ് ദ 2 ഓർബിറ്റ്സ്, 2 ഓർബിറ്റ്സിൻ്റെ മീഡിയൽ വാൾസ് എന്ന് പറയുന്നത് പരസ്പരം പാരലായിരിക്കും. ആൻഡ് ബീയിങ് തിന്നസ്റ്റ് ആർ ഫ്രീക്വൻ്റ്ലി ഫ്രാക്ചേർഡ്. അതായത് പിന്നെന്താണ്? ഇത് വളരെ തിന്നായിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. ഡ്യൂറിങ് ഇഞ്ചുറീസ് സമയത്ത്, ആസ് വെൽ ആസ് ഡ്യൂറിങ് ഓർബിറ്റോട്ടമി ഓപ്പറേഷൻസ്. ഓർബിറ്റോട്ടമി ഓപ്പറേഷൻസിലും എന്താണ്? ഇതിന് പെട്ടെന്ന് എന്താവാൻ സാധ്യതയുണ്ട്?
പെട്ടെന്ന് ഫ്രാക്ചർ ആവാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. It also accounts for ethmoiditis being the commonest cause of orbital cellulitis. എന്താണ്? It is accounts for ethmoiditis. Ethmoiditis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്മോയിഡ് എന്ന് പറയുന്ന ഒരു സ്പേസ് ആണ്. നമ്മുടെ ആ എത്മോയിഡ് ബോൺ വരുന്ന സ്ഥലത്തെ ഒരു സ്പേസ് ആണ്. അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് എത്മോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരു തരം സൈനസ് ആണ്. അത് ആ ഒരു സൈനസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എന്താണ് നമ്മൾ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഓർബിറ്റിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ് ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് എന്ന് പറയുന്നത്. അതുണ്ടാകാൻ ഈ എത്മോയിഡൈറ്റിസ്, അതായത് സൈനസിലുണ്ടാകുന്ന എത്മോയിഡൈറ്റിസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷന് കാരണമാകാറുണ്ട്. എന്താണ് മീഡിയൽ വാൾസ്? മീഡിയൽ വാൾസ് ഓഫ് ദ ടു ഓർബിറ്റ്സ് എന്തായിരിക്കും? പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ആൻഡ് ബീങ് തിന്നസ്റ്റ് ആർ ഫ്രീക്വൻ്റ്ലി ഫ്രാക്ചർഡ് ഡ്യൂറിങ് ഇഞ്ചുറീസ് ആസ് വെൽ എസ് ഡ്യൂറിങ് ഓർബിറ്റോട്ടമി ഓപ്പറേഷൻസ്. ഓർബിറ്റോട്ടമി ഓപ്പറേഷൻസ് സമയത്തും എന്താണ് ഇഞ്ചുറീസ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ള സാധ്യത ഇതിന് കൂടുതലാണ്. കാരണം എന്താണ്? കാരണം ഇത് വളരെയധികം തിന്നസ്റ്റ് ആയതുകൊണ്ട്. ഇറ്റ് ഓൾസോ അക്കൗണ്ട്സ് ഫോർ എത്മോയിഡൈറ്റിസ് ബീങ് ദ കോമണസ്റ്റ് കോസ് ഓഫ് ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്. എത്മോയിഡൈറ്റിസ് an infection or inflammation of the ethmoidal cells in the sinus. These are air-filled spaces behind the nose and between the eyes. എന്താണ്? ഇതൊരു എയർ ഫിൽഡ് സ്പേസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്മോയിഡിൻ്റെ ബോണിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഒരു എയർ ഫിൽഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അവിടെ നോസ് ആൻഡ് ബിറ്റ്വീൻ ദ ഐസ്, മൂക്കിനും ബിറ്റ്വീൻ ദ ഐസിനും ഭാഗത്ത് വരുന്നതാണ്. അവിടെ വരുന്ന ഇൻഫ്ലമേഷൻ എന്തുണ്ടാക്കുന്നു? ഓർബിറ്റൽ സെല്ലുലൈറ്റിസിന് കാരണമാകുന്നു. അടുത്ത് നമ്മൾ ഇൻഫീരിയർ ഓർബിറ്റൽ വാളാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ്. ഇതെന്താണ്? ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. ആൻഡ് ബീങ് ക്വയറ്റ് തിൻ ഈസ് കോമൺലി ഇൻവോൾവ് ഇൻ ബ്ലോഡ് ഫ്രാക്ചേഴ്സ്. ഇതും എന്താണ്? ഇൻഫീരിയർ വാളും തിന്നാണ്. ഇതും പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ള കാരണമുണ്ട്. ഈസിലി ഇൻവേർട്ടഡ് ബൈ ട്യൂമേഴ്സ് ഫ്രം മാക്സിലറി ആൻഡ്രം. മാക്സിലറി ആൻഡ്രം എന്ന് പറയുന്നത് മാക്സിലറി സൈനസിൻ്റെ ഭാഗത്ത് വരുന്ന സ്പേസ് ആണ്. അതിനുണ്ടാകുന്ന ട്യൂമേഴ്സും പെട്ടെന്ന് എന്താവാൻ കാരണം ഉണ്ടാകുന്നു? ഇതിനൊരു പെട്ടെന്നൊരു ഫ്രാക്ചർ ഉണ്ടാവാനുള്ള കാരണമാകുന്നു. കാരണം ഇതൊരു ഇൻഫീരിയർ ഓർബിറ്റൽ വാളും എന്താണ്? തിന്നസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ലാറ്ററൽ വാൾ ഓഫ് ദ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ട്രയാങ്കുലർ ഇൻ ഷേപ്പാണ്. ഇറ്റ് കവേഴ്സ് ഓൺലി പോസ്റ്റീരിയർ ഹാഫ് ഓഫ് ദി ഐബോൾ. ഐബോളിൻ്റെ പോസ്റ്റീരിയർ ഹാഫ് മാത്രം കവർ ചെയ്യുന്ന സ്പേസാണ് ലാറ്ററൽ വാൾ ഓഫ് ദ ഓർബിറ്റ് എന്ന് പറയുന്നത്. ദെർഫോർ പാൽപേഷൻ ഓഫ് ദ റിട്രോബൾബാർ ട്യൂമേഴ്സ് ഈസ് ഈസിയർ ഫ്രം ദ സൈഡ്. എന്താണ്? റിട്രോബൾബാർ ട്യൂമേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് പാൽപേഷൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ തുടിപ്പുണ്ടാകുന്നത് എന്താണ് അറിയാൻ നമുക്ക് സാധിക്കും. ഈ ലാറ്ററൽ വാൾ ഓഫ് ദ ഓർബിറ്റ് ഭാഗത്ത് നമുക്ക് സാധിക്കും. Because of its advantageous anatomical position, a surgical approach to the orbit by lateral orbitotomy is popular. എന്താണ്? സർജറി സമയത്തും ഈ ഒരു സ്പേസിൽ ഉണ്ടാകുന്ന എന്താണ് ഓർബിറ്റോട്ടമി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. കാരണം എന്താണ്? ഈ ഭാഗത്ത് നമുക്ക് പാൽപേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ സാധിക്കും. ഇതാണ് ലാറ്ററൽ വാൾ ഓഫ് ദ ഓർബിറ്റ്. ഇനി നമ്മൾ റൂഫുണ്ട്, ഓർബിറ്റൽ അപ്പെക്സ് ഉണ്ട്. റൂഫ് ഓഫ് ദ ഓർബിറ്റ് ഈസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ഈസ് ഫോംഡ് മെയിൻലി ബൈ ദ ഓർബിറ്റൽ പ്ലേറ്റ് ഓഫ് ദി ഫ്രോണ്ടൽ ബോൺ. റൂഫ് ഓഫ് ദ ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കുലർ ഇൻ ഷേപ്പാണ് ആൻഡ് ഈസ് ഫോംഡ് മെയിൻലി ബൈ ദ ഓർബിറ്റൽ പ്ലേറ്റ് ഓഫ് ദി ഫ്രോണ്ടൽ ബോൺ. ഫ്രോണ്ടൽ ബോണിൻ്റെ ഭാഗത്ത് വരുന്ന, അതായത് മുകൾ ഭാഗത്ത് വരുന്ന ഓർബിറ്റൽ പ്ലേറ്റ്, ആ ഭാഗത്തിനെയാണ് റൂഫ് എന്ന് പറയുന്നത്. ബേസ് ഓഫ് ദി ഓർബിറ്റ് എന്താണ്? അത് ആൻറ്റീരിയർ ഓപ്പൺ എൻഡ് ഓഫ് ദ ഓർബിറ്റ്. എന്താണ്? ആൻറ്റീരിയർ ഓപ്പൺ എൻഡ് ഓഫ് ഓർബിറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ തിക്ക് ഓർബിറ്റൽ മാർജിൻസ്. നമ്മൾ ബേസ് എന്ന് പറയുന്നത് താഴത്തെ ഭാഗമായിരിക്കും. ബേസിന് എന്തായിരിക്കും? നല്ല തിക്കായിട്ടുള്ള ഓർബിറ്റൽ മാർജിൻസ് കാണും. ഓർബിറ്റൽ അപ്പെക്സ് എന്താണ്? ഇറ്റ് ഈസ് ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ഓർബിറ്റ്. ഓർബിറ്റൽ അപ്പെക്സ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദ ഓർബിറ്റ് ആണ്. വേർ ദ 4 ഓർബിറ്റൽ വാൾസ് ആർ കൺവേർജ്. അതിലുള്ള 4 ഓർബിറ്റൽ വാൾസ് കൺവേർജ് ചെയ്യുന്ന പോർഷനാണ് ഓർബിറ്റൽ അപ്പെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 2 ഓറിഫൈസസ്. 2 ഓറിഫൈസസ് ഉണ്ട്. ദ ഓപ്റ്റിക് കനാൽ
വിച്ച് ട്രാൻസ്മിറ്റ്സ് ഒപ്റ്റിക് നെർവ് ആൻഡ് ഒഫ്താൽമിക് ആർട്ടറി. അതായത് 2 ഓറിഫൈസസ് കാണപ്പെടുന്നുണ്ട്. ഓറിഫൈസസ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയൊരു ദ്വാരം. അത് എന്തൊക്കെ പോകുന്നതാണ്? ഒപ്റ്റിക് നെർവിൻ്റെയും ഒഫ്താൽമിക് ആർട്ടറിയുടെയും ഭാഗങ്ങളാണ്. ആൻഡ് ദ സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ വിച്ച് ട്രാൻസ്മിറ്റ്സ് എ നമ്പർ ഓഫ് നെർവ്. സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് നെർവ്സ് കടന്നു പോകാൻ കാരണമാകുന്നു. ഏതൊക്കെയാണ് നമ്പർ ഓഫ് നെർവ്സ്? ആർട്ടറീസ്, വെയിൻസ് ഒക്കെ കടന്നു പോകാൻ വേണ്ടി കാരണമാകുന്നു. ഇത്രയാണ് നമ്മൾ ഓർബിറ്റിനെ പറ്റി പറയുന്നത്. ഓർബിറ്റിനെ പറ്റി ഒരു സ്ലൈഡും കൂടി നമ്മൾ ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്? ഓർബിറ്റ് എന്താണെന്ന് പറഞ്ഞു. ദ ബോണി ഓർബിറ്റ്സ് ആർ കോട്രയാങ്കുലർ ട്രങ്കേറ്റഡ് പിരമിഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ആൻറ്റീരിയർ ക്രാനിയൽ ഫോസ എബോവ് ആൻഡ് ദ മാക്സിലറി സൈനസ് ബിലോ. ഈച്ച് ഓർബിറ്റ് എന്നാണ് 40 മില്ലിമീറ്റർ ഹൈറ്റ് വിഡ്ത്ത് ഡെപ്ത് ആണ്. അതിന് പ്രധാനമായിട്ടും 7 തരത്തിലുള്ള ബോൺസ് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഫ്രോണ്ടൽ, മാക്സില്ല, സൈഗോമാറ്റിക്, സ്പീനോയിഡ്, പാലൻറ്റൈൻ, എത്മോയിഡ് ആൻഡ് ലാക്രിമൽ. ഇറ്റ് ഹാസ് 4 വാൾസ്. 4 വാൾസ് ആണുള്ളത്. മീഡിയൽ, ലാറ്ററൽ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. ബേസ് ഉണ്ട്, അപ്പെക്സ് ഉണ്ട്. മീഡിയൽ വാൾസിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓഫ് ദ ഓർബിറ്റ് ഈസ് പാരലൽ ടു ഈച്ച് അതർ. 2 കണ്ണിനും പാരലായിരിക്കും. തിന്നസ്റ്റ് ആയിരിക്കും. ഫ്രാക്ചർ ആകുമ്പോൾ പെട്ടെന്ന് ഫ്രാക്ചർ ആകാനുള്ള സാധ്യതയുണ്ട്. ഓർബിറ്റോട്ടമി ഓപ്പറേഷൻസിലും ഫ്രാക്ചർ ഇഞ്ചുറീസ് വരുമ്പോഴും ഫ്രാക്ചർ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം തിന്നസ്റ്റ് വാളായതുകൊണ്ട്. ഇറ്റ് ഓൾസോ അക്കൗണ്ട്സ് ഫോർ എത്മോയിഡൈറ്റിസ്. എത്മോയിഡൈറ്റിസ് നമ്മൾ പറഞ്ഞു എന്താണ്? ഇൻഫ്ലമേഷൻ ഇൻ ദ സൈനസ് സ്പേസ് ആണ്. എത്മോയിഡ് ബോണിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു സ്പേസ് ആണ്. അതെന്തിന് കാരണമാകും? ഓർബിറ്റൽ സെല്ലുലൈറ്റിസിന് കാരണമാകും. ഇൻഫീരിയർ ഓർബിറ്റൽ വാൾ പറഞ്ഞു. ലാറ്ററൽ വാൾ ഓഫ് ദ ഓർബിറ്റും നമ്മൾ പറഞ്ഞു. എന്താണ്? റൂഫ് ഫ്രോണ്ടൽ ബോണിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ബേസ് ഓഫ് ദ ഓർബിറ്റ്, ദെൻ ഓർബിറ്റൽ അപ്പെക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ടുള്ള ഓർബിറ്റ്സിൻ്റെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓർബിറ്റിൻ്റെ അനാട്ടമിയെ പറ്റി ഒരു സ്ലൈഡും കൂടി കാണും. ഇത്രയും നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. താങ്ക് യു.